വെൽക്കം ടു എയിം KAS. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗമാണ് ദ ഷെഡ്യൂൾസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാം ആയിക്കൊള്ളട്ടെ, PSC നടത്തുന്ന ഡിഗ്രി ലെവലിലും അല്ലാതെയുമുള്ള മറ്റു പരീക്ഷകളായിക്കൊള്ളട്ടെ, ഇന്ത്യൻ പോളിറ്റി എന്നുള്ളൊരു സബ്ജക്റ്റിൽ നിന്ന് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ദ ഷെഡ്യൂൾസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഷെഡ്യൂൾസ് എന്നുള്ള കാര്യം നമുക്ക് ആദ്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. സോ വാട്ട് ആൻഡ് വൈ? എന്താണ് ഷെഡ്യൂളുകൾ? നമുക്ക് ആദ്യം കോൺസ്റ്റിറ്റ്യൂഷന്റെ ജനറൽ സ്ട്രക്ചർ എന്താണെന്നൊന്ന് പരിശോധിക്കാം. സോ ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ, കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന സമയത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്കറിയാം there were 365 ആർട്ടിക്കിൾസ്, 365 അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു. ഈ 365 അനുച്ഛേദങ്ങളെ 22 ഭാഗങ്ങളായിട്ടാണ് ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂഷനിൽ അടക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇത് കൂടാതെ ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂഷനിൽ 8 ഷെഡ്യൂളുകൾ കൂടി ഒറിജിനൽ വേർഷനിൽ ഉണ്ടായിരുന്നു. സോ എന്താണ് ഈ ഷെഡ്യൂളുകൾ എന്ന് പറയുന്നത്? അതായത് ഈ ആർട്ടിക്കിൾസിലും പാർട്സിലും ഇൻക്ലൂഡ് ആവാത്ത അല്ലെങ്കിൽ certain additional provisions relating to various aspects of governance. സോ ഇത്തരത്തില് അഡീഷണൽ ആയിട്ടുള്ള certain കാര്യങ്ങൾ, certain provisions ഇൻക്ലൂഡ് ചെയ്യുന്ന ഭാഗങ്ങളാണ് ഷെഡ്യൂളുകൾ എന്ന് പൊതുവെ പറയുന്നത്. ഓക്കെ, സോ നമുക്ക് കോമൺലി ഒരു പുസ്തകം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് ആ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിന്റെ സംബന്ധിക്കുന്ന കുറച്ചധികം കാര്യങ്ങൾ ചിലപ്പോൾ ടാബുലേറ്റ് ചെയ്തിട്ട് അഡീഷണൽ ഇൻഫർമേഷൻ ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളതായിട്ട് നമ്മുടെ കോമൺ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലെ? സിമിലർലി ഇന്ത്യൻ ഭരണഘടനയുടെ കുറച്ച് അഡീഷണൽ ഗവേണൻസിന്റെ ഒക്കെ ആസ്പെക്ട്സ് കവർ ചെയ്യുന്ന പ്രൊവിഷൻസ് ഇത്തരത്തില് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുള്ള ഭാഗങ്ങളാണ് ഷെഡ്യൂൾസ് എന്ന് പറയുന്നത്. സോ ഷെഡ്യൂൾസ് ആർ ബേസിക്കലി ദേ ആർ ലിസ്റ്റ്, പലതരത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ that categorize and tabulate bureaucratic activity and government policy. സോ ഇത് ബേസിക്കലി അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ആണ്. ഇനി ഷെഡ്യൂൾസിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത്? സോ ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3 അങ്ങനെ പറഞ്ഞിട്ട് നൗ there are 12 ഷെഡ്യൂൾസ്. ഒറിജിനലി നമ്മൾ പറഞ്ഞു, അതായത് ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന സമയത്ത് there were only 22 പാർട്സ് ആൻഡ് 8 ഷെഡ്യൂൾസ്. പക്ഷേ ആസ് ഓഫ് ടുഡേ, ഇന്ന് there are approximately more than 470 articles. There are 25 parts, 25 പാർട്സ് ഉണ്ട്, ഭാഗങ്ങളുണ്ട്. കൂടാതെ 8ൽ നിന്ന് ഷെഡ്യൂളുകൾ 12 ആയിട്ട് 8ൽ നിന്ന് 12 ആയിട്ട് വളർന്നിരിക്കുന്നു. So we know that our constitution is a living document. കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവനുള്ള ഡോക്യുമെന്റ് ആയിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കൺസിഡർ ചെയ്യുന്നത്. സോ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് 4 അധികം ഷെഡ്യൂളുകൾ 8 ഷെഡ്യൂളുകൾക്ക് ശേഷം നമ്മുടെ ഭരണഘടനയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. സോ ഈ ഷെഡ്യൂളുകളിലൊക്കെ എന്താണ് ഉള്ളതെന്ന് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതാണ്, അല്ലെ? അതായത് ടെറിട്ടറി, അതിന്റെ എക്സ്റ്റെന്റ്, അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ഇൻ രാജ്യസഭ, അതേപോലെ ഷെഡ്യൂൾഡ് ഏരിയാസ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അവരെ സംബന്ധിക്കുന്ന അവരുടെ കൺട്രോൾ അല്ലെങ്കിൽ അത് സംബന്ധിക്കുന്ന വിവരങ്ങൾ, ദെൻ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള അധികാരം ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെ പവർ ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിക്കുന്ന വിവിധ ലിസ്റ്റുകൾ, സാലറി, ഫീ, ഇമോളുമെന്റ്സ്, പ്രിവിലേജസ് പോലെയുള്ള ഹൈ റാങ്കിങ് ഒഫീഷ്യൽസിന്റെ അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇതുപോലെയുള്ള വിവിധ ആസ്പെക്ട്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അഡീഷണലി പ്രൊവൈഡ് ചെയ്യുന്ന ഭാഗമാണ് ഷെഡ്യൂളുകൾ എന്ന് പറയുന്നത്. സോ ഷെഡ്യൂൾസ് ആർ additional provisions that provide detailed information about various aspects of the constitution. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു there are 12 schedules of Indian constitution.
in addition to the 25 parts. So, നിലവിൽ എത്ര ഷെഡ്യൂളുകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the answer is 12. 12 ഷെഡ്യൂളുകളാണ് ഇന്ന് നിലവിലുള്ളത്. And these schedules are an essential part of the constitution and an integral component of the legal framework governing India. So, നമ്മുടെ ഗവർണൻസിനെ സംബന്ധിക്കുന്ന ആ ഒരു ലീഗൽ ഫ്രെയിംവർക്കിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇന്റഗ്രൽ കോമ്പണന്റ് ആണ് ഷെഡ്യൂൾസ് എന്ന് പറയുന്നത്. നൗ ഈ 1 തൊട്ടിട്ട് 12 വരെയുള്ള വാരിയസ് ഷെഡ്യൂൾസിനെ ഓർത്തിരിക്കാനായിട്ടുള്ള ഒരു ഈസി ട്രിക്കായിട്ട് അല്ലെങ്കിൽ ഒരു കോഡായിട്ട് ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം എന്നുള്ള ഒരു കോഡ് വേർഡ് കോമൺലി നമുക്ക് എല്ലാവർക്കും സ്റ്റുഡൻസ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു കോഡ് വേർഡാണ് ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം. സോ ആ ഒരു ഡിസ്കഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓരോ ഷെഡ്യൂൾസും ബേസിക്കലി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം എന്നുള്ള ഒരു കോഡ് ഉപയോഗിച്ചിട്ട് ഒട്ടും എഫേർട്ട് ഇല്ലാതെ ഈ 12 ഷെഡ്യൂളുകളും നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളൊരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ പ്രൈമറിലി നമുക്ക് ഓരോ ഷെഡ്യൂൾസും എന്താണെന്നുള്ള കാര്യം ഓരോന്നായിട്ട് പരിശോധിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഷെഡ്യൂൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ടെറിട്ടറിയെ, ഇന്ത്യൻ ടെറിട്ടറിയെ സംബന്ധിക്കുന്നതാണ്. സോ ഇറ്റ് ഹാസ് the union and its territories. It lists the state's name and their territorial jurisdiction. അതുപോലെ യൂണിയൻ ടെറിട്ടറീസും സംസ്ഥാനങ്ങളുടെ മാത്രമല്ല യൂണിയൻ ടെറിട്ടറീസിന്റെ പേരും അവരുടെ ജുറിസ്ഡിക്ഷനും ടെറിട്ടോറിയൽ എക്സ്റ്റെൻഡും ഒന്നാമത്തെ ഷെഡ്യൂളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആൻഡ് ആർട്ടിക്കിൾ 1 ആൻഡ് ആർട്ടിക്കിൾ 4 ആർ കവേർഡ് അണ്ടർ ദിസ് ഷെഡ്യൂൾ. സോ നമ്മുടെ പഠനത്തിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് വി ഷാൾ നോട്ട് ബി ബോതേർഡ് അബൌട്ട് ദിസ് സൈഡ്, ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് കവർ ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു കാര്യം അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ഏരിയ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ ഷെഡ്യൂൾസിലും എന്താണ് അടങ്ങുന്നത് എന്നുള്ളത് ഒരു ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ് നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഷെഡ്യൂൾസിനെ സംബന്ധിച്ചിട്ട് ആവശ്യമായിട്ടുള്ളത്. സോ ഫസ്റ്റ് ഷെഡ്യൂൾ ഇറ്റ് ഈസ് അബൌട്ട് ടെറിട്ടറി. നമുക്കൊരു കീവേഡ് എന്നുള്ളൊരു ഐഡിയയിൽ വി ക്യാൻ ഡിനോട്ട് ഫസ്റ്റ് ഷെഡ്യൂൾ ഇസ് അബൌട്ട് ടെറിട്ടറി. ഇന്ത്യയുടെ ഭൂപ്രദേശത്തെ സംബന്ധിക്കുന്നതാണ് ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. നൗ സെക്കൻഡ് ഷെഡ്യൂൾ. സെക്കൻഡ് ഷെഡ്യൂൾ ഇറ്റ് ഡീൽസ് വിത്ത് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദി എമോളുമെന്റ്സ്. എമോളുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എമോളുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി സാലറി അല്ലെങ്കിൽ ഫീസ്, ശമ്പളം എന്നുള്ള കണക്കിൽ നമുക്ക് എടുക്കാം. So it discusses emoluments, allowances and privileges of these list of high-ranking officials. ഇന്ത്യൻ പ്രസിഡന്റ്, വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാര്, ലോക്സഭയിലെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും, രാജ്യസഭയിലെ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും, സംസ്ഥാന നിയമസഭകളിലെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും. നമുക്കറിയാം ചില സംസ്ഥാനങ്ങളിൽ ഇൻ അഡീഷൻ ടു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ദർ ആർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ്. സോ ഹിയർ ഇറ്റ് ഈസ് നോട്ട് അസംബ്ലീസ്, ഇറ്റ് ഈസ് കൗൺസിൽസ്. സോ ആ കൗൺസിലുകളിലെ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും, അതുപോലെ സുപ്രീം കോർട്ടിലെയും ഹൈക്കോർട്ടിലെയും ജഡ്ജസ്, ആൻഡ് ഓൾസോ CAG, the Office of the Comptroller and Auditor General of India. സോ ഇത്രയും ഒഫീഷ്യൽസിന്റെ എമോളുമെന്റ്സ്, അവരുടെ ശമ്പളം, അവരുടെ അലവൻസസ്, അവരുടെ പ്രിവിലേജസ്, സോ ഈ കാര്യങ്ങളാണ് രണ്ടാമത്തെ ഷെഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ കീവേഡ് ആയിട്ട് എമോളുമെന്റ്സ് എടുക്കാം. സോ ഓർത്തിരിക്കുക, ഫസ്റ്റ് ഷെഡ്യൂൾ ഇസ് അബൌട്ട് ടെറിട്ടറി ആൻഡ് ദ സെക്കൻഡ് ഷെഡ്യൂൾ ഇസ് അബൌട്ട് എമോളുമെന്റ്സ്. ഇനി സെക്കൻഡ് ഷെഡ്യൂള് പഠിക്കുമ്പോൾ എപ്പോഴും തേർഡ് ഷെഡ്യൂളായിട്ട് കമ്പയർ ചെയ്ത് വേണം പഠിക്കാൻ. അതായത് തേർഡ് ഷെഡ്യൂളിൽ എന്താ ഉള്ളത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫോംസ് ഓഫ് ഓത്ത് ഓർ അഫർമേഷൻസ്. നമുക്കറിയാം സുപ്രധാനപ്പെട്ട ഭരണഘടനാ പദവികളിലേക്ക് പ്രവേശനം നടത്തുമ്പോൾ സത്യപ്രതിജ്ഞ നടത്തിയിട്ടാണ് ആ ഓഫീസിലേക്ക് പ്രവേശിക്കാറുള്ളത്, അല്ലെ? സോ ആ പ്രതിജ്ഞ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ അടങ്ങുന്ന അതിന്റെ ഫോമുകൾ അല്ലെങ്കിൽ അതിന്റെ ടെക്സ്റ്റ് ആണ്
തേർഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് അവർക്ക് ചൊല്ലാനുള്ള പ്രതിജ്ഞ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് തേർഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ ഓഫീസുകളുടെ ഇത്തരത്തിലുള്ള ഓത്ത് ആൻഡ് അഫർമേഷൻസ് ആണ് തേർഡ് ഷെഡ്യൂളിലുള്ളത്? യൂണിയൻ മിനിസ്റ്റേഴ്സിന്റെ, കേന്ദ്രമന്ത്രിമാരുടെ, ഓക്കെ, അതേപോലെ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളുടെ, കാൻഡിഡേറ്റ്സിന്റെ, ഇനി അവർ ജയിച്ചു കഴിഞ്ഞിട്ട് സഭയിലെ അംഗങ്ങളാകുമ്പോൾ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ്, പാർലമെന്റിലെ സഭാ അംഗങ്ങളുടെ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരുടെ, ഓക്കെ, സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുടെ, സിമിലർലി പാർലമെന്റിലെ പ്രകാരമാണ് അപ്രകാരം തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ കാൻഡിഡേറ്റ്സിന്റെയും ആ തെരഞ്ഞെടുപ്പിന് ശേഷം അതില് അംഗങ്ങളായിട്ട് വിജയിച്ചു വരുന്ന ആ മെമ്പേഴ്സിന്റെ, MLA-മാരുടെയും, സോ അവരുടെ ഓത്ത് ആൻഡ് അഫർമേഷൻ. ഓൾസോ ദ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. സോ ഇത്രയും ഹൈ റാങ്കിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒഫീഷ്യൽസിന്റെ ഓഫീസിലേക്കുള്ള ഓത്ത് ഓർ അഫർമേഷന്റെ ഫോംസ് ആണ് ആക്ച്വലി തേർഡ് ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കിവിടെ കീവേഡ് ആയിട്ട് അഫർമേഷൻസ് എന്നുള്ള കീവേഡ് നമുക്ക് യൂസ് ചെയ്യാം. സോ തേർഡ് ഷെഡ്യൂൾ ഈസ് അബൌട്ട് അഫർമേഷൻസ്. ഇനി സെക്കൻഡ് ഷെഡ്യൂളും തേർഡ് ഷെഡ്യൂളും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓൺലി കോമൺ ആയിട്ട് ഈ രണ്ട് ഷെഡ്യൂളിലും ഏതൊരു ഓഫീസിന്റെ പ്രസൻസ് ഉള്ളത്? വി ക്യാൻ സീ ദാറ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ഷെഡ്യൂളിൽ കോമൺ ആയിട്ടുള്ളത് CAG, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. Similarly, the judges of high courts and supreme courts. Okay, so ഈ മൂന്ന് ഓഫീസുകൾ മാത്രമാണ് സെക്കൻഡ് ആൻഡ് തേർഡ് ഷെഡ്യൂളിൽ കോമൺ ആയിട്ടുള്ളത്. ദെൻ സെക്കൻഡ് ഷെഡ്യൂളിൽ ആരൊക്കെയാണുള്ളത്? ഓക്കെ, പ്രസിഡന്റ്, ഗവർണർമാര്, സ്പീക്കർമാര്, ചെയർമാൻമാര്, അങ്ങനെയുള്ള ഓഫീസുകൾ. തേർഡ് ഷെഡ്യൂളിൽ കോമൺ ആയിട്ടുള്ള ആൾക്കാർ പ്ലസ് മന്ത്രിമാര്, മത്സരാർത്ഥികള്, സഭാംഗങ്ങളായിട്ട് ജയിച്ചു വരുന്നവര്. സോ ആ ഒരു ഫണ്ടമെന്റൽ വ്യത്യാസം ക്ലിയർ ആയിട്ടിരിക്കുക. ഓക്കെ, സംടൈംസ് ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഇൻ ദ എക്സാമിൽ ഒരുപക്ഷെ ചോദിച്ചേക്കാം. സോ ഈ സെക്കൻഡ് ഷെഡ്യൂളും തേർഡ് ഷെഡ്യൂളും എപ്പോഴും ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് നടത്തുക, കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കുക. നൗ ഫോർത്ത് ഷെഡ്യൂൾ. Okay, fourth schedule deals with provisions related to the allocation of seats in Rajya Sabha to the states and union territories. So, ഈ നാലാമത്തെ ഷെഡ്യൂളിൽ ബേസിക്കലി രാജ്യസഭാ സീറ്റുകളുടെ അലോക്കേഷൻ, ഓക്കെ, അതായത് രാജ്യസഭാ സീറ്റുകളുടെ വിതരണത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഫോർത്ത് ഷെഡ്യൂളിലുള്ളത്. സോ നമുക്കിവിടെ കീവേഡ് ആയിട്ട് രാജ്യസഭ അല്ലെങ്കിൽ രാജ്യസഭ സീറ്റ്സ് എന്നുള്ള കീവേഡ് നമുക്കിവിടെ ഫോർത്ത് ഷെഡ്യൂളിന് ഡിനോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. Now the fifth and sixth scheduled areas. Okay, so the fifth and sixth scheduled areas. അഞ്ചാമത്തെ ഷെഡ്യൂളിൽ എന്താ പറയുന്നത്? It consists of the provisions related to administration and control of scheduled areas and scheduled tribes in India. ഇന്ത്യയിലെ ചില ഷെഡ്യൂൾഡ് ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പിന്നോക്കാവസ്ഥ കാരണം അവർക്കൊരു പ്രത്യേക പരിഗണന കൊടുക്കുന്നതാണ്. ചില സംസ്ഥാനങ്ങളിൽ അതിൽ ധാരാളമായിട്ടുള്ള പിന്നോക്ക സ്ഥലങ്ങൾ, സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടൊക്കെ പിന്നോക്കാവസ്ഥയിലുള്ള വിവിധ പ്രദേശങ്ങൾ അടങ്ങുന്ന കാരണം ചില സംസ്ഥാനങ്ങളെ ഷെഡ്യൂൾഡ് സ്റ്റേറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അഞ്ചാമത്തെ ഷെഡ്യൂളിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിമിലർലി ആറാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇറ്റ് റിലേറ്റ്സ് ടു ദ provisions regarding administration of tribal areas. Okay, so sixth schedule is about the tribal areas. Okay, and that is particularly Assam, Meghalaya, Tripura, Mizoram. ഈ 4 സംസ്ഥാനങ്ങളിലെ ട്രൈബൽ ഏരിയാസിന്റെ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിക്കുന്ന പ്രൊവിഷൻസ്. സോ ഫിഫ്ത്ത് ഷെഡ്യൂൾഡ് ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ 10 സ്റ്റേറ്റ്സ്, 10 സംസ്ഥാനങ്ങളാണുള്ളത്. ആൻഡ് സിക്സ്ത് ഷെഡ്യൂൾഡ് ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ these 4 states. Okay, so ഇത് തിരിഞ്ഞു പോകരുത്. ഫിഫ്ത്ത് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ദേ ആർ ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് സിക്സ്ത് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ട്രൈബൽ ഏരിയാസ് ആണ്. സോ ഈ സിക്സ്ത് ഷെഡ്യൂൾ സ്റ്റേറ്റ്സിനെ നമുക്ക് എളുപ്പത്തിൽ AM, TM എന്നുള്ള
കോഡ് വേർഡ് യൂസ് ചെയ്തിട്ട് ഓർത്ത് വെക്കാം. സോ ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഇനി 5th ഷെഡ്യൂൾഡ് ഏരിയാസ് ഞാൻ പറഞ്ഞു 10 സംസ്ഥാനങ്ങളാണുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ് 10 സംസ്ഥാനങ്ങൾ? സോ ബേസിക്കലി രാജസ്ഥാൻ ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്, മഹാരാഷ്ട്രയുണ്ട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്. ഓക്കെ, സോ ഓർത്തിരിക്കാൻ എളുപ്പത്തിനായിട്ട് ഇത്തരത്തില് ഒരു കണക്ഷനിൽ പഠിച്ചാൽ മതി. ഓക്കെ, സോ ഈ ഒരു 9 സംസ്ഥാനങ്ങളും ദെൻ ഹിമാചൽ പ്രദേശ് ഓൾസോ. സോ ഈ തൊട്ടടുത്തായിട്ട് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു 9 സംസ്ഥാനങ്ങൾ പ്ലസ് ഹിമാചൽ പ്രദേശ്. സോ ഇതടങ്ങുന്നതാണ് 5th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, 5th ഷെഡ്യൂൾ ഏരിയാസ്. 6th ഷെഡ്യൂൾ നമ്മൾ പറഞ്ഞു AMTM, ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം. 5th ഷെഡ്യൂൾ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ആൻഡ് മധ്യപ്രദേശ് അലോങ് വിത്ത് ഹിമാചൽ പ്രദേശ്. സോ കണക്റ്റഡ് ആയിട്ടുള്ള ഈ 9 സ്റ്റേറ്റ്സും ഹിമാചൽ പ്രദേശും. ഓക്കെ, സോ നമുക്ക് 5ാമത്തെയും 6ാമത്തെയും ഷെഡ്യൂളുകൾ തമ്മിലുള്ള പ്രൈമറി ഡിഫറൻസ് എന്താണെന്ന് ആദ്യം നോക്കാം. സോ 5th schedule areas. These categories these are the areas under scheduled areas എന്ന് വിളിക്കപ്പെടുന്ന ഭാഗങ്ങളാണ് ഈ ഒരു 5th schedule area എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 6th schedule areas എന്ന് പറയുന്നത് they are tribal areas. ഓക്കെ, ഇനി 5th schedule areas 10 സംസ്ഥാനങ്ങളാണ് നമ്മൾ പറഞ്ഞു. നമ്മൾ പറഞ്ഞൊരു ഓർഡറിൽ പഠിക്കാൻ നമുക്ക് ഇത്തിരി എളുപ്പമുണ്ടായിരിക്കും. ആ 10 സംസ്ഥാനങ്ങൾ തന്നെയാണ് ഇത്. ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, രാജസ്ഥാൻ ആൻഡ് തെലുങ്കാന. ഇനി 6th ഷെഡ്യൂൾഡ് ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം. ഇനി 5th ഷെഡ്യൂൾ ഏരിയാസിലെ ട്രൈബൽ അഡ്വൈസറി കമ്മിറ്റീസ് ഇത്തരത്തിലുള്ള ഡ്യൂട്ടീസ് ഒന്നും അവർക്ക് there won't be any tribal advisory committees ആൻഡ് അവർക്ക് അത്തരത്തിൽ അവര് സ്വയംഭരണ പ്രദേശങ്ങളായിരിക്കില്ല ഷെഡ്യൂൾഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്, ഷെഡ്യൂൾഡ് ഏരിയാസ് എന്ന് പറയുന്നത്. പക്ഷേ 6ാമത്തെ ഷെഡ്യൂളിൽ വരുന്ന ട്രൈബൽ ഏരിയാസ് അവിടെ ഇത്തരത്തിലുള്ള സ്വയംഭരണാധികാരമുള്ള സംസ്ഥാനങ്ങൾ, അതേപോലെ സംസ്ഥാനങ്ങളല്ല, ഡിസ്ട്രിക്ട് കൗൺസിൽസ് ഉണ്ട്. സോ ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസ് ഉണ്ട് ആൻഡ് ദേ ഹാവ് മച്ച് ഓട്ടോണമി ടു ക്യാരി ഔട്ട് ലോക്കൽ ലെവൽ ഗവേണൻസ്. അതായത് പ്രാദേശികമായിട്ടുള്ള സ്വയംഭരണത്തിന് കൂടുതൽ അധികാരങ്ങൾ ഇത്തരത്തിൽ 6th ഷെഡ്യൂൾ ഏരിയാസിലുള്ള ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസിന് ഉണ്ട്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വി നോ അബൌട്ട് ദ പീസ അല്ലെ, പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ടു ഷെഡ്യൂൾഡ് സർവീസസ് ആക്ട്. പീസ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിക്കുന്ന ആ ഒരു നിയമങ്ങൾ അപ്ലിക്കബിൾ ആക്കുന്ന ഒരു നിയമമാണ് പീസ എന്ന് പറയുന്നത്. അത് ഓക്കെ, ദാറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ദ 5th ഷെഡ്യൂൾഡ് ഏരിയാസ്. ഓക്കെ, സോ ഈ പീസ ഇവിടെ അപ്ലിക്കബിൾ ആണ്. ഇനി പീസ ഈസ് നോട്ട് അപ്ലിക്കബിൾ ഇൻ ദ 6th ഷെഡ്യൂൾ ഹിയർ ആസ് ദീസ് ഏരിയാസ് ഓൾറെഡി ഹാവ് ഓട്ടോണമി ഇൻ ദ സെൽഫ് ഗവേണൻസ്. അതായത് ഇത്തരത്തിൽ ലോക്കൽ ലെവൽ ഗവേണൻസ്, പഞ്ചായത്തി രാജിനെ സംബന്ധിക്കുന്ന പ്രൊവിഷൻസ് 5th ഷെഡ്യൂൾഡ് ഏരിയാസിൽ ഈ പീസ നിയമപ്രകാരം അപ്ലിക്കബിൾ ആണ്. പക്ഷെ 6th ഷെഡ്യൂൾഡ് ഏരിയാസിൽ ഓൾറെഡി ഈ ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിൽസും അവർക്ക് സ്വയം ഭരണാവകാശമുള്ള കാരണം ദേ ആർ നോട്ട് അപ്ലിക്കബിൾ ഹിയർ. ഓക്കെ, സോ ഈ ഒരു കാര്യം കൂടി ബേസിക്കലി ഓർത്തിരിക്കുക. ഇനി 8ാമത്തെ ഷെഡ്യൂള് എന്താണ്? 8ാമത്തെ ഷെഡ്യൂൾ 8th ഷെഡ്യൂൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി ഒഫീഷ്യൽ ലാംഗ്വേജസ്. ഓക്കെ, 8th ഷെഡ്യൂൾ പെർട്ടൈൻസ് ടു ദ ഒഫീഷ്യൽ ലാംഗ്വേജസ്. സോ ഇന്ത്യയിൽ നമുക്കറിയാം ഇന്ത്യ ഡസ് നോട്ട് ഹാവ് എ നാഷണൽ ലാംഗ്വേജ്. ഇൻസ്റ്റെഡ് വി ഹാവ് എ ലിസ്റ്റ് ഓഫ് 22 ഒഫീഷ്യൽ ലാംഗ്വേജസ്. ഇന്ത്യക്ക്, നമ്മുടെ രാജ്യത്തിന് ഒരു ദേശീയ ഭാഷയില്ല. പകരം 22 ഇന്ത്യൻ ഭാഷകളെ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗിക ഭാഷകളായിട്ട് ലിസ്റ്റ് ചെയ്യുന്നു.
So this list of 22 languages are the official languages in India. ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകളായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ലാംഗ്വേജസ് ആണ്. ഇനി ഇത് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വി ക്യാൻ സീ ദാറ്റ് ദർ ഇസ് നോ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ആൻഡ് ദർ ഇസ് ഹിന്ദി ഉണ്ട്, മലയാളം വി ക്യാൻ സീ, തമിഴ്, തെലുങ്ക്, ഉറുദു, സംസ്കൃതമുണ്ട്. ഓക്കെ, ദെൻ ബോഡോ, ഡോങ്ക്രി, മൈഥിലി ഇതേപോലെയുള്ള ഭാഷകളാണ് ഏറ്റവും അവസാനമായിട്ട് ആഡ് ചെയ്യപ്പെട്ടത്. സോ ഈ 8th ഷെഡ്യൂളിനെ പറ്റി നോക്കുമ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക, ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക, സംസ്കൃതം ഉണ്ട് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. ദെൻ റിപ്പീറ്റഡ്ലി നമ്മൾ പലവട്ടം ഈ ഭാഷകൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഈവൻ പരീക്ഷയിൽ ഒരു ലിസ്റ്റ് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് 8th ഷെഡ്യൂളിൽ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് കംഫർട്ടബിളി വി ക്യാൻ ആൻസർ. ഓക്കെ, സോ അതാണ് 8th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇറ്റ് ലിസ്റ്റ് അബൌട്ട് ദി ഒഫീഷ്യൽ ലാംഗ്വേജസ്. സോ ദ കീവേഡ് ഈസ് ഒഫീഷ്യൽ ലാംഗ്വേജസ്. സോ 8 ഷെഡ്യൂളുകൾ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ പറഞ്ഞിരുന്നു, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോൾ 8 ഷെഡ്യൂളുകൾ മാത്രമാണ്, അതായത് ഒഫീഷ്യൽ ലാംഗ്വേജസ് വരെയുള്ള ഈ 8 ഷെഡ്യൂൾസ് മാത്രമാണ് ഒറിജിനലി ഉണ്ടായിരുന്നത്. പിന്നീട് ഓരോ കാലഘട്ടത്തിൽ ഓരോ ആവശ്യാനുസരണം ഷെഡ്യൂൾ 9, 10, 11, 12 ഇങ്ങനെ 4 ഷെഡ്യൂളുകൾ എഴുതി ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കിനി ആ പുതിയതല്ല, അതായത് ഒറിജിനൽ വിട്ടിട്ടുള്ള 4 ഷെഡ്യൂളുകൾ എന്താണെന്നും ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാം. സോ 9th ഷെഡ്യൂൾ. So 9th ഷെഡ്യൂൾ റിലേറ്റ്സ് ടു ദ ലാൻഡ് റിഫോംസ്. ഭൂപരിഷ്കരണവും അതേപോലെ സമയന്താരി സിസ്റ്റത്തിന്റെ അബോളിഷൻ, അത് റദ്ദാക്കുന്നതുമായി സംബന്ധിക്കുന്ന നിയമങ്ങൾ, അതായത് സംസ്ഥാന നിയമസഭകളും പാർലമെന്റും പാസ് ചെയ്യുന്ന നിയമങ്ങൾ. അതായത് നമുക്കറിയാം, നമ്മുടെ നാട്ടില് സമയന്താരി സിസ്റ്റമാണ് നിലവിലുണ്ടായിരുന്നത്. ഓക്കെ, അതായത് ജന്മി കുടിയാൻ വ്യവസ്ഥകളൊക്കെ നിലവിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. ജന്മികളുടെ സമീന്ദാഴ്സിന്റെ ഒരുപാട് ഭൂമികൾ ഉണ്ടായിരുന്നു. ഒട്ടും തന്നെ ഭൂസ്വത്തില്ലാത്ത മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. സോ സ്വാതന്ത്ര്യാനന്തരം ഭൂപരിഷ്കരണം എന്നുള്ള ഒരു നയത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തില് അമിതമായിട്ട് ഭൂമിയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും ഭൂമി സർക്കാർ നിയമനിർമ്മാണം നടത്തിയിട്ട് ഭൂമി ഏറ്റെടുത്തിട്ട് ഒട്ടും ഭൂമിയില്ലാത്തവർക്ക് വിതരണം ചെയ്യുന്ന ഭൂപരിഷ്കരണ നിയമം പോലെയുള്ള പല നിയമങ്ങളും നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നിട്ടുണ്ട്. സോ ആ നിയമങ്ങൾ സംസ്ഥാന നിയമസഭകളും അതുപോലെ തന്നെ പാർലമെന്റും ഇത് സംബന്ധിക്കുന്ന വ്യവസ്ഥകളും നിയമങ്ങളും ഒക്കെ പലപ്പോഴായിട്ട് പാസ്സാക്കിയിട്ടുണ്ട്. സോ ഈ നിയമങ്ങൾ അടങ്ങുന്ന ഷെഡ്യൂളാണ് 9th ഷെഡ്യൂൾ. ഓക്കെ, ഈ 9th ഷെഡ്യൂള് നമ്മുടെ ഭരണഘടനയിലെ ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആയിട്ട് നിലവിൽ വന്നതാണ്. ഓക്കെ, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്ന ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി നിയമമാണ് 9th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലത്ത് വന്ന ഒന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആയിരുന്നു 9th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആദ്യകാലത്ത് ഇതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് ഈ 9th ഷെഡ്യൂളിൽ ഒരു നിയമം സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിനെ ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള കോടതിയുടെ ഒരു പ്രക്രിയയിൽ നിന്ന് ആർട്ടിക്കിൾ 13 പ്രൊവൈഡ് ചെയ്യുന്ന ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള ഒരു പ്രൊസീജിയറിൽ നിന്ന് 9th ഷെഡ്യൂളിലെ നിയമങ്ങൾക്ക് ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അതായത് ഒരു നിയമം 9th ഷെഡ്യൂളിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ജുഡീഷ്യൽ റിവ്യൂ ബാധകമായിരിക്കില്ല എന്നുള്ളൊരു വ്യവസ്ഥ ആദ്യകാലത്ത് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, കേശവാനന്ദ ഭാരതി കേസ്, അതായത് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ നിലവിൽ വന്ന വളരെ പ്രമാദമായിട്ടുള്ള കേശവാനന്ദ ഭാരതി കേസ്, അതേപോലെ വമൻ റാവു കേസ്, അതിനുശേഷം IR കോയിലോ കേസ്, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ലാൻഡ്മാർക്ക് കേസുകളിൽ സുപ്രീം കോടതി ഒരു കാര്യം വ്യക്തമാക്കി. അതായത് 1973 ഏപ്രിൽ 24 ഓക്കെ, ആക്ച്വലി ഐ ഡോണ്ട് റിമെമ്പർ ദ ഡേറ്റ്, 24 എന്റെ ഓർമ്മ. ഓക്കെ, സോ ഈ ഡേറ്റിന് മുൻപുള്ള നിയമങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇനി ഈ ഡേറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഈ 9th ഷെഡ്യൂൾ പ്ലേസ് ചെയ്യുന്ന നിയമങ്ങൾക്ക് ഒരു ബ്ലാങ്കറ്റ് ഇമ്മ്യൂണിറ്റി, അതായത് പൂർണ്ണമായിട്ടുള്ള ഒരു പരിരക്ഷ
ഓക്കെ, ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. കേസ് ബൈ കേസ് മെറിറ്റ് പരിശോധിച്ചിട്ട് കോടതികൾ ആവശ്യമുണ്ടെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ നടപ്പിലാക്കും എന്ന തരത്തിലാണ് വമൻ റാവോ കേസിലും IR കൊയിലോ കേസിലും സുപ്രീം കോടതി വെളിവാക്കിയത്. സോ 9th ഷെഡ്യൂൾ ദാറ്റ് റിലേറ്റ്സ് ടു ദ കീവേഡ് ഈസ് ലാൻഡ് റിഫോംസ്. ഓക്കെ, സോ 9th ഷെഡ്യൂൾ ലാൻഡ് റിഫോംസ്. ഇനി 10th ഷെഡ്യൂൾ. So 10th schedule deals with the provisions related to anti-defection law. Okay, കൂറുമാറ്റ നിരോധന നിയമം. ഡിഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂറുമാറ്റം. ഒരു കാലത്ത് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥേനെ ഒരുപാട് അലച്ച, നമുക്ക് വളരെയധികം നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തില് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ ഒരു സമ്പ്രദായമായിരുന്നു ഈ ഡിഫെക്ഷൻ എന്ന് പറയുന്നത്. ഡിഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്? അതായത് ഒരു പാർട്ടി ടിക്കറ്റിൽ ഒരാൾ മത്സരിച്ച് ജയിച്ച് ഒരു സഭാംഗമായിട്ട് മാറി. ഇനി സഭയിൽ എത്തിച്ചേർന്നതിന് ശേഷം എന്തെങ്കിലും ഇൻഫ്ലുവൻസിന്റെ പേരിലോ ഭീഷണിയുടെ പേരിലോ ഒക്കെ, ചിലപ്പോ ഒരു ഹോഴ്സ് ട്രേഡിംഗ് ആവാം, ഒരു കുതിരക്കച്ചവടം പോലെ പണം കൊണ്ടുള്ള ഇടപാടുകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഭീഷണി അല്ലെങ്കിൽ മറ്റു വാഗ്ദാനങ്ങൾ കൊണ്ടൊക്കെ ആളുകൾ കൂറുമാറി തുടങ്ങി. പാർട്ടികൾ യഥേഷ്ടം മാറിക്കളിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജനാധിപത്യത്തിൽ ഉണ്ടായിരുന്നു. സോ അതിനെ ഒരു തടയായിട്ട് ഇറ്റ് വാസ് ഇൻ 1985 ത്രൂ ദ 52ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്, 52ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം 1985 രാജീവ് ഗാന്ധിയാണ് ആന്റി ഡിഫെക്ഷൻ ലോ പ്ലേസ് ചെയ്യുന്നത്. അതായത് അതാണ് 10th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. 10ാമത്തെ ഷെഡ്യൂളിൽ ഈ ആന്റി ഡിഫെക്ഷൻ നിയമവും ഈ കൂറുമാറ്റ നിരോധന നിയമവും അത് സംബന്ധിക്കുന്ന പ്രൊവിഷൻസും ആണ് 10th ഷെഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് കീവേഡ് ആയിട്ട് ഡിഫെക്ഷൻ എന്നുള്ള ഒരു വാക്ക് കീപ്പ് ചെയ്യാം. ഓക്കെ, സോ ദ കീവേഡ് ഈസ് ഡിഫെക്ഷൻ. 10th ഷെഡ്യൂൾ റിലേറ്റ്സ് ടു ഡിഫെക്ഷൻ. ഓക്കെ, സോ ഈ ഡിഫെക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പോളിറ്റിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. അത് നമുക്കൊരു ഫർദർ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഫർദർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ 9th ഷെഡ്യൂൾ ഈസ് അബൌട്ട് ലാൻഡ് റിഫോംസ്. 10th ഷെഡ്യൂൾ ഈസ് ഓൺ ഡിഫെക്ഷൻ. ആക്ച്വലി ഇറ്റ് ഈസ് ആന്റി ഡിഫെക്ഷൻ ലോസ്. ഓക്കെ, ഇനി 11th and 12th ഷെഡ്യൂൾസ്, 11ാമത്തെയും 12ാമത്തെയും ഷെഡ്യൂൾസ്. സോ ഈ രണ്ട് ഷെഡ്യൂളുകളും ആക്ച്വലി 1992 പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലവിൽ വന്നു. ഓക്കെ, അതായത് ദേ ഗോട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ്. സോ 72ാമത്തെയും 73ാമത്തെയും ഭരണഘടനാ ഭേദഗതി നിയമങ്ങൾ പ്രകാരം പഞ്ചായത്തിന്, അതായത് ലോക്കൽ സെൽഫ് ഗവേണൻസിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഭരണഘടന സാധ്യത കിട്ടി. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഭരണഘടന സാധുത ലഭിച്ചു. ഓക്കെ, സോ ആ ഒരു സമയത്ത് 11ാമത്തെ ഷെഡ്യൂള് പഞ്ചായത്തുകൾക്ക് വേണ്ടിയിട്ടും 12ാമത്തെ ഷെഡ്യൂള് മുനിസിപ്പാലിറ്റീസിനെ സംബന്ധിക്കുന്നതുമായിട്ടുള്ള അവരുടെ പവേഴ്സ്, ഓക്കെ, അതോറിറ്റീസ്, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെയാണ് 11th and 12th ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ 11th ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അത് ലിസ്റ്റുകളാണ്. There are 29 matters that relates to power, authority and responsibility of panchayats. ഓക്കെ, അതായത് പഞ്ചായത്തുകൾക്ക് അധികാരം ഉള്ള എൻട്രീസ്, ഡിഫറെന്റ് എൻട്രീസ് ആണ് 29 വിഷയങ്ങളിൽ പഞ്ചായത്തുകൾക്ക്. ഉദാഹരണത്തിന് ഓക്കെ, ആരോഗ്യം അല്ലെങ്കിൽ ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ പോലെയുള്ള അതുപോലെയുള്ള എൻട്രീസ് പഞ്ചായത്തിന് പവർ, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ഉള്ള 29 മാറ്റേഴ്സ് ആണ് 11th ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 12ാമത്തെ ഷെഡ്യൂളിൽ 18 മാറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ദാറ്റ് റിലേറ്റ്സ് ടു ദ പവർ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മുനിസിപ്പാലിറ്റീസ്. സോ 11 ദ കീവേഡ് ഈസ് പഞ്ചായത്ത്. 12ാമത്തെ ഷെഡ്യൂള് ദ കീവേഡ് ഈസ് മുനിസിപ്പാലിറ്റീസ്. ഓക്കെ, സോ ഇവരെ സംബന്ധിക്കുന്ന ഡിഫറെന്റ് മാറ്റേഴ്സ് ആണ് 11th and 12th ഷെഡ്യൂളിലുള്ളത്. ഇനി ഇതിന്റെ കൂടെ നമ്മൾ നോക്കേണ്ട, അല്ലെങ്കിൽ ഇത് 7th ഷെഡ്യൂൾ എന്ന് പറയുന്നത് 11th, 7th, 12th അല്ലെങ്കിൽ 7th, 11th and 12th they are similar.
സോ സെവൻത്ത് ഷെഡ്യൂൾ എന്താണ്? സെവൻത്ത് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഓക്കെ ദാറ്റ് റിലേറ്റ്സ് ടു വേരിയസ് ലിസ്റ്റ്. They are the federal, the keyword is federal provisions. അതായത് നമ്മുടെ രാജ്യത്ത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിതരണം ഈ ഒരു സെവൻത്ത് ഷെഡ്യൂളിലൂടെയാണ് നടപ്പിലാക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ദിസ് സെവൻത്ത് ഷെഡ്യൂൾ ഈസ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഏഴാമത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ദ ഫെഡറൽ പ്രൊവിഷൻസ്. ഇനി ഈ ഏഴാമത്തെ ഷെഡ്യൂളിൽ എന്താ ഉള്ളത്? ഇറ്റ് ഹാസ് സെർട്ടൺ 3 ലിസ്റ്റുകളാണ് ഏഴാമത്തെ ഷെഡ്യൂൾ ഉള്ളത്. വൺ ഈസ് ദ യൂണിയൻ ലിസ്റ്റ്. ലിസ്റ്റ് 1 എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റ് ആണ്. ലിസ്റ്റ് 2 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. ഓക്കെ, ആൻഡ് തേർഡ് ലിസ്റ്റ് ഈസ് കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, തേർഡ് ലിസ്റ്റ് ഈസ് കൺകറന്റ് ലിസ്റ്റ്. സോ ഒന്നാമത്തെ യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഇതേപോലെ സെർട്ടൺ നമ്പർ ഓഫ് എൻട്രീസ് ഉണ്ട് അതില്. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സ്, ടെലികമ്മ്യൂണിക്കേഷൻസ് ഇതുപോലെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിനാണ് അധികാരം. ഓക്കെ, സോ അതിനെ സംബന്ധിച്ചുള്ള നിയമനിർമ്മാണം എന്ന് പറയുന്നത് അവരുടെ പവറാണ്, അവരുടെ അതോറിറ്റിയാണ്, ഓൾസോ ദെയർ റെസ്പോൺസിബിലിറ്റീസ്. സിമിലർലി സ്റ്റേറ്റ് ലിസ്റ്റിലും പല എൻട്രീസ് ഉണ്ട്. ഉദാഹരണത്തിന് എഡ്യൂക്കേഷൻ, പബ്ലിക് ഹെൽത്ത്. ഓക്കെ, സോ അതേപോലെയുള്ള എൻട്രീസ്, സോ ആ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന എൻട്രീസ് അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പവേഴ്സ് ആണ്. ദേ ഹാവ് ദ അതോറിറ്റി ആൻഡ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. ഓക്കെ, സോ വി ഹാവ് യൂണിയൻ ലിസ്റ്റ് ആൻഡ് ദ സ്റ്റേറ്റ് ലിസ്റ്റ്. ഓൾസോ ദ കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കൺകറന്റ് ലിസ്റ്റിൽ ഒരു എൻട്രി പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ബോത്ത് ദ സെന്റർ ആൻഡ് ദ സ്റ്റേറ്റ്സ്, അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ആ ഒരു വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു ചോദ്യം വരും, അതായത് രണ്ടു കൂട്ടരും നിയമമുണ്ടാക്കി. കൺകറന്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തി. പക്ഷെ ആ രണ്ട് നിയമങ്ങളും പരസ്പര വിരുദ്ധമാണെങ്കിൽ ഏത് നിയമം നിലനിൽക്കും? ഓക്കെ, ദോസ് ടു ലോസ് ആർ കോൺട്രാഡിക്ടറി. അത് കോൺട്രാഡിക്ടറി ആണെങ്കിൽ ആ ഒപ്പോസിംഗ് പ്രൊവിഷൻസ് ആണ് അതിൽ ഉള്ളതെങ്കിൽ കേന്ദ്രം ഉണ്ടാക്കുന്ന നിയമത്തിനായിരിക്കും ഓക്കെ സെന്ററിന്റെ ലോസിനായിരിക്കും മുൻഗണന. ദ ലോസ് ഓഫ് ദ സെന്റർ അല്ലെങ്കിൽ ദ ലോസ് മെയ്ഡ് ബൈ ദ സെന്റർ വിൽ പ്രിവെയിൽ. ഓക്കെ, സോ സംസ്ഥാന ഇനി കോൺഫ്ലിക്റ്റിംഗ് അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് നിയമവും ഒരുമിച്ച് നിലനിൽക്കും. ഇനി കോൺഫ്ലിക്റ്റിംഗ് ആണെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ പോലെ കേന്ദ്രത്തിന്റെ നിയമമാണ് നിലനിൽക്കുക. ഓക്കെ, സോ ജസ്റ്റ് ബി ക്ലിയർ. സോ ഈ ഫെഡറൽ പ്രൊവിഷൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ് സെവൻത്ത് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഈ സെവൻത്ത് ഷെഡ്യൂളിനോട് സിമിലർ ആയിട്ടുള്ളതാണ് 11 ആൻഡ് 12th ഷെഡ്യൂൾ. സോ സെവൻത്ത് ഷെഡ്യൂളിന്റെ കീവേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദിസ് ഫെഡറൽ പ്രൊവിഷൻസ്. സോ സിമിലർലി എപ്രകാരമാണോ സെവൻത്ത് ഷെഡ്യൂൾ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഇത്തരത്തിലുള്ള അധികാര വിതരണം നടത്തുന്നത്, സിമിലർലി 11th ഷെഡ്യൂൾ പഞ്ചായത്തിന് ഇത്തരത്തില് 29 മാറ്റേഴ്സ് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. 12th ഷെഡ്യൂള് ഇത്തരത്തില് മുനിസിപ്പാലിറ്റീസിന് 18 വിഷയങ്ങൾ അധികാരം കൊടുക്കുന്നു. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ 1 മുതലുള്ള 12 ഷെഡ്യൂളുകൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ഈ ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം, നമ്മുടെ പഴയ ഓൾഡ് പി എമ്മിന്റെ ടിയേഴ്സ്, ആ ഒരു കോഡ് ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോ ലേൺ ചെയ്ത കീവേഡ്സ് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം നോക്കാം. സോ ഈ ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം എന്നുള്ള ഒരു കോഡിൽ വി കൻ സീ ദാറ്റ് 12 അക്ഷരങ്ങളുണ്ട്. സോ നമ്മൾ 1 തൊട്ടിട്ട് 1 മുതൽ 12 വരെയുള്ള ഷെഡ്യൂളുകളുടെ നമ്മളിപ്പോ പഠിച്ച കീവേഡ്സ് ആണ് ഈ ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം എന്നുള്ള ഈ ഒരു കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഓർത്തിരിക്കാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് ഷെഡ്യൂൾ എന്തായിരുന്നു? ടെറിട്ടറി. സെക്കൻഡ് ഷെഡ്യൂള് എമോളുമെന്റ്സ്. തേർഡ് ഷെഡ്യൂള് ഓത്ത് ആൻഡ് അഫർമേഷൻസ്. 4ാമത്തെ ഷെഡ്യൂള് രാജ്യസഭാ സീറ്റ്സ്. 5ാമത്തെ ഷെഡ്യൂള് ഷെഡ്യൂൾഡ് ഏരിയാസ്. 6ാമത്തെ ഷെഡ്യൂൾ നമ്മൾ പഠിച്ചു ട്രൈബൽ ഏരിയാസ് ആണ്. അതിന് നമ്മൾ കീവേഡ് ആയിട്ട് നമുക്ക് അതർ ഷെഡ്യൂൾഡ് ഏരിയാസ് എന്ന് പറയാം. ഓക്കെ, സോ 5ാമത്തെ ഷെഡ്യൂൾഡ് ഏരിയാസ്, 6ാമത്തെ അതർ ഷെഡ്യൂൾഡ് ഏരിയാസ്. 7ാമത്തെ ഷെഡ്യൂൾ നമ്മളിപ്പോ പഠിച്ചു ഫെഡറൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫെഡറൽ പ്രൊവിഷൻസ്. ഇനി 8ാമത്തെ ഷെഡ്യൂൾ ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് നമുക്കറിയാം.
9ാമത്തെ ഷെഡ്യൂൾ ലാൻഡ് റിഫോംസും 10ാമത്തെ ഷെഡ്യൂൾ ഡിഫെക്ഷനെ സംബന്ധിക്കുന്ന പ്രൊവിഷൻസും 11ഉം 12ഉം നമ്മൾ ഏറ്റവും അവസാനം പഠിച്ചതാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി. ഓക്കെ, സോ ഈ ഒരു കോഡ് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് 1 മുതലുള്ള 12 ഷെഡ്യൂൾസിനെ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് എന്താ പറയാ, ഒന്ന് ഇടയ്ക്ക് ഒന്നോ രണ്ടോ തവണ റിവൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോഡ് ഉപയോഗിച്ചിട്ട് ഏതൊരു എക്സാമിനും വളരെ ഈസി ആയിട്ട് ഏത് ഷെഡ്യൂൾ ചോദിച്ചാലും വളരെ കംഫർട്ടബിൾ ആയിട്ട് വിത്തൗട്ട് മച്ച് എഫേർട്ട് നമുക്കത് ആൻസർ ചെയ്തിട്ട് ആ ഒരു സ്കോർ നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. Okay, now let us look into certain practice questions. നമുക്ക് ചില പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നോക്കാം. So, the first question, who among the following does not find mention in the second schedule of the Indian Constitution? രണ്ടാമത്തെ ഷെഡ്യൂളിൽ മെൻഷൻ ചെയ്യപ്പെടാത്ത ആൾക്കാർ ആരൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഡസ് നോട്ട് ഫൈൻഡ് മെൻഷൻ ഇല്ലാത്തവര്. രണ്ടാമത്തെ ഷെഡ്യൂൾ എന്തായിരുന്നു? സെക്കൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇറ്റ് റിലേറ്റ്സ് ടു ദ എമോളുമെന്റ്സ് അല്ലെ. സോ നമുക്കത് നോക്കിയാൽ അറിയാം, പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ഗവർണർ ഉണ്ടായിരുന്നു, പക്ഷെ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നില്ല, CAGയുടെ ഓഫീസ് ഉണ്ടായിരുന്നു, പക്ഷെ അറ്റോർണി ജനറലും അഡ്വക്കേറ്റ് ജനറലും ഉണ്ടായിരുന്നില്ല. സോ ഈ ഒരു ക്വസ്റ്റ്യൻ കെയർഫുള്ളി, അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് സെക്കൻഡ് ഷെഡ്യൂളിന്റെ തേർഡ് ഡിഗ്രി ഒരു അനാലിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് നല്ലതാണ്. സംടൈംസ് ഇതേപോലെയുള്ള ചോദ്യങ്ങൾ, ഇതൊരു ബിറ്റ് അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എങ്കിൽ കൂടി ഈവൻ PSC ലെവലിൽ പോലും ചിലപ്പോൾ ഡിഗ്രി ലെവലിലൊക്കെ KASന് ഒക്കെ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഓൾ ഓഫ് ദ എബവ്, ഓക്കെ, ഓൾ ഓഫ് ദ എബവ്, ഈ 4 ഓപ്ഷനും സെക്കൻഡ് ഷെഡ്യൂളിൽ ഇല്ലാത്ത ഒഫീഷ്യൽസ് ആണ്. ഓക്കെ, നൗ another question. The 9th schedule was introduced in the Constitution of India during the Prime Ministership of. So, നമ്മൾ പറഞ്ഞു 9th schedule എന്ന് പറയുന്നത് it was the first Constitutional Amendment Act. Okay, അല്ലേ? So, ഇതറിയാമെങ്കിൽ ഓട്ടോമാറ്റിക്കലി we can confirm that it is Jawaharlal Nehru. Okay, ഇനി പ്രൈം മിനിസ്റ്ററിനെ നമുക്ക് എക്സാക്ട്ലി അറിയില്ലെങ്കിൽ കൂടി ആ ഒരു കാലഘട്ടത്തിൽ ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി നിയമം എന്താണെങ്കിലും പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലഘട്ടത്തിലായിരിക്കും, അദ്ദേഹത്തിന്റെ പ്രൈം മിനിസ്റ്റർഷിപ്പിലായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള ഒരു ക്വാളിഫൈഡ് ഗസ് നമുക്ക് നടത്താനായിട്ട് പറ്റും. ഫോർ ദാറ്റ് വി ഷുഡ് നോ ദാറ്റ് ദിസ് 9th ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ആണെന്ന് നമുക്കറിയണം. നമ്മുടെ ഭരണഘടനയിൽ കൊണ്ടുവന്ന ആദ്യത്തെ ഭേദഗതി നിയമമാണ്. സോ ഡെഫിനറ്റ്ലി നമുക്ക് ഇന്ദിരാഗാന്ധി ആൻഡ് മൊറാർജി ദേശായിനെ വി ക്യാൻ എലിമിനേറ്റ്. പക്ഷെ വിത്ത് ബിറ്റ് ഓഫ് ലോജിക്കൽ തിങ്കിങ് ഈസിലി നമുക്കത് ജവഹർലാൽ നെഹ്റു ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അത് നമുക്ക് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു. നൗ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. The Parliament of India can place a particular law in the 9th schedule of the Constitution of India. അതായത് ഇന്ത്യൻ പാർലമെന്റിന് ഒരു നിയമത്തിന് 9th ഷെഡ്യൂളിൽ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? യെസ്, ഇറ്റ് ഈസ് റൈറ്റ്. നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിനും പാർലമെന്റിനും നിയമങ്ങളെ 9th ഷെഡ്യൂളിൽ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റൈറ്റ്. സോ വാട്ട് ഹാപ്പൻസ് ടു ദ ഓപ്ഷൻസ് ഇസ് ദാറ്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ 2 ഓൺലി എന്നുള്ള ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നൈദർ 1 nor 2 എന്നുള്ള ഓപ്ഷനും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അല്ലെ. എന്തായാലും ഒന്ന് ശരിയാണ്. സോ എയ്തർ ഇനി ഇറ്റ് വിൽ ബി ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ സി മാത്രമാണ് ശരിയായിട്ടുണ്ടാവുക. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് പരിശോധിക്കുമ്പോൾ we can see that the validity of a law placed in the 9th schedule cannot be examined by any court and no judgment can be made on it. Okay, ഇത് ശരിയാണോ? അല്ല, this statement is wrong. നമ്മൾ പറഞ്ഞു ഒരു 1973 വരെയുള്ള, അതായത് കേശവാനന്ദ ഭാരതി കേസ് നടക്കുന്ന കാലഘട്ടം വരെയുള്ള കാലത്ത് ടു an extent this is true. പക്ഷെ അതിനുശേഷം സുപ്രീം കോടതി പല ആവർത്തി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് 9th ഷെഡ്യൂളിന് ഒരു ബ്ലാങ്കറ്റ് ഇമ്മ്യൂണിറ്റി ഇല്ല. അതായത് 9th ഷെഡ്യൂളിൽ ഒരു നിയമം പ്ലേസ് ചെയ്തു എന്ന് വെച്ചതുകൊണ്ട് അതിനൊരു പ്രത്യേക പരിരക്ഷ ലഭിക്കുന്നതല്ല എന്നുള്ള കാര്യം
വളരെ ക്ലിയർ ആയിട്ട് സുപ്രീം കോടതി ക്ലിയർ ആക്കിയിട്ടുള്ളതാണ്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്, വിച്ച് മേക്സ് ബോത്ത് 1 and 2 എന്നുള്ളൊരു ഓപ്ഷൻ തെറ്റാണ്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ, 1 ഓൺലി എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, നൗ another question. The provisions of 5th schedule and 6th schedule are made. അത് ഇതിൽ ഏതാണ് അത് സംബന്ധിക്കുന്ന പ്രൊവിഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദ പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾ ട്രൈബ്സ്. ഓക്കെ, ഷെഡ്യൂൾ ട്രൈബ്സ് എന്നുള്ളത് നമ്മൾ പഠിച്ച കീവേഡായി സംബന്ധിക്കുന്നതാണ്. സോ നമുക്ക് ആ ഓപ്ഷൻ അവിടെ വെക്കാം. ഇനി ഓപ്ഷൻ ബി നോക്കാം. ഇറ്റ് ഡിറ്റർമൈൻസ് ദ ബൗണ്ടറീസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. നമ്മൾ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആ ഒരു എൻറ്റയർ ഷെഡ്യൂൾസിൽ തന്നെ നമ്മളിങ്ങനൊരു ഷെഡ്യൂൾ കണ്ടിട്ടില്ല അല്ലെ, അത്തരത്തിലൊരു ഷെഡ്യൂൾ നിലവിലില്ല. സോ ഓപ്ഷൻ ബി എൻറ്റയർലി റോങ് ആണ്. ഇനി ഡിറ്റർമൈൻസ് ദ പവേഴ്സ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത്. സോ ഇത് 5ാമത്തെയോ 6ാമത്തെയോ ഷെഡ്യൂളോ ആണോ? അല്ല, ഇത് 11ാമത്തെ ഷെഡ്യൂളാണെന്ന് നമുക്കറിയാം അല്ലെ, 11th and 12th ഷെഡ്യൂൾ, പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ്. ഇനി ഓപ്ഷൻ ഡി, പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ബോർഡർ സ്റ്റേറ്റ്സ്. ഇത്തരത്തിലും ഒരു ഷെഡ്യൂൾ ഇല്ല. നമ്മൾ 1 തൊട്ടിട്ട് 12 വരെയുള്ള ഷെഡ്യൂൾസ് നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചതാണ്. സോ ഇതില് ബോർഡർ സ്റ്റേറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഷെഡ്യൂൾ നമ്മൾ കണ്ടിട്ടില്ല. വിച്ച് മേക്സ് ദ റൈറ്റ് ആൻസർ ഓൺലി ഓപ്ഷൻ എ. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ സംടൈംസ് ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അതായത് വെരി ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ നമുക്ക് അതിനെ പറ്റി 100% ക്ലാരിറ്റി ഇല്ലെങ്കിൽ കൂടി ബാക്കി ഓപ്ഷൻസ് എക്സാമിൻ ചെയ്ത് നമ്മുടെ ലേണിങ്ങിൽ ഒരു ക്ലാരിറ്റി നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഈസി എലിമിനേഷനിലൂടെ നമ്മുടെ റൈറ്റ് ആൻസറിൽ നമുക്ക് സുഖമായിട്ട് എത്തിച്ചേരാനായിട്ട് പറ്റും. ഓക്കെ, ഇനി കോമൺലി ചോദിച്ചു കാണാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇതില് ഏതാണ് ആന്റി ഡിഫെക്ഷനെ സംബന്ധിക്കുന്ന ഷെഡ്യൂൾ. ഓക്കെ, ഏതാണ്? 2ാമത്തെ ഷെഡ്യൂൾ ആണോ? അല്ല, 2ാമത്തെ ഷെഡ്യൂൾ എമോളുമെന്റ്സ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് റോങ്. 5th ഷെഡ്യൂൾ ആണോ? അല്ല, അത് 5th ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ഏരിയാസ് ആണ്. ഓക്കെ, 8th ഷെഡ്യൂൾ ആണോ? അല്ല, അത് ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് 8th ഷെഡ്യൂൾ. സോ ഇങ്ങനെയുള്ള ചോദ്യം കിട്ടിയാൽ നമുക്ക് നമ്മൾ പഠിച്ച ആ ഒരു കോഡ് വേണമെങ്കിൽ നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, അതായത് ടെറിട്ടറി, എമോളുമെന്റ്സ്, ഓത്ത് ആൻഡ് അഫർമേഷൻ, രാജ്യസഭാ സീറ്റ്സ്, ഷെഡ്യൂൾഡ് ഏരിയാസ്, അതർ ഷെഡ്യൂൾഡ് ഏരിയാസ്, ഫെഡറൽ പ്രൊവിഷൻസ്, ഒഫീഷ്യൽ ലാംഗ്വേജസ്, ലാൻഡ് റിഫോംസ്, ഡിഫെക്ഷൻ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി. അല്ലെ, ആന്റി ഡിഫെക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഡി വരുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, സോ 10ാമത്തെ ഓപ്ഷൻ ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. സോ ഇപ്രകാരം ഈവൻ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു അത്ര ഒരു തറോ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ കൂടി ഈ കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് വളരെ എളുപ്പം എത്തിച്ചേരാനായിട്ട് പറ്റും. ഓക്കെ, സോ ഈ ഒരു ഏരിയ ഷെഡ്യൂൾസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് എപ്പോഴും ഏതൊരു എക്സാമിന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങൾ നമ്മുടെ കമന്റ് സെക്ഷനിൽ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. സോ വൺസ് അഗെയിൻ താങ്ക് യു ഓൾ. Feel free to contact us on any of your doubts on KAS. Once again, thank you. Happy learning.